ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഈ കൊച്ചു ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അഭിനയ ലോകത്തേക്ക് തിരിച്ചെത്തിയ അർണോൾഡ് ഷ്വാസ്നേഗറിന്റെ 2013 പുറത്തിറങ്ങിയ ദി ലാസ്റ്റ് സ്റ്റാൻഡ് എന്ന കിടിലൻ ആക്ഷൻ ചിത്രത്തെക്കുറിച്ചാണ്. സൗത്ത് കൊറിയൻ സംവിധായകനും തിരക്കഥാകൃത്തുമായ കിം ജി വൂൺ ആണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഹോളിവുഡ് മൂവി കൂടിയാണിത്. വിന്റേജ് ടൈപ്പ് മൂവികളിൽ കാണുന്ന പോലെയുള്ള പശ്ചാത്തലവും മോഡേൺ ആക്ഷൻ സീനുകളും ഒത്തുചേർന്ന ഒരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ് ദി ലാസ്റ്റ് സ്റ്റാൻഡ്. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. ഈ ചിത്രത്തിന്റെ തുടക്കത്തിൽ ഒരു പോലീസുകാരൻ രാത്രിയിൽ ഹൈവേ പട്രോളിങ്ങിനിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അതിലൂടെ ഒരു കാർ ഹെഡ്ലൈറ്റ് പോലും ഓൺ ചെയ്യാതെ 197 കിലോമീറ്റർ വേഗതയിൽ ഒരു മിന്നായം പോലെ കടന്നു പോകുന്നത് കാണിക്കുന്നു. ആ പോലീസുകാരൻ ഈ വിവരം ഉടൻ തന്നെ കൺട്രോൾ റൂമിൽ വിളിച്ചു പറയുന്നതും കാണാം. പിന്നീട് ആ വാഹനം മെക്സിക്കൻ ബോർഡർ ലക്ഷ്യമാക്കി ചീറിപ്പാഞ്ഞു പോകുന്നതും കാണിച്ച് സീൻ നേരെ സമർട്ടൺ ജംഗ്ഷൻ എന്ന US മെക്സിക്കൻ ബോർഡറിലുള്ള ഒരു ചെറിയ പട്ടണത്തിലേക്ക് കൊണ്ടുപോകുന്നു. പ്രത്യേകിച്ച് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്ത വളരെ കാം ആയിട്ടുള്ള ഒരു കൊച്ചു നഗരമാണ് ഈ സമർട്ടൺ ജംഗ്ഷൻ. അവിടെ ഷെരീഫായി ജോലി ചെയ്യുന്ന റേ ഓവൻസ് എന്ന കഥാനായകൻ എത്തുന്നു. അവിടെ എമർജൻസി പാർക്കിങ്ങിൽ വാഹനം നിർത്തിയിട്ട മേയറോട് അത് അവിടെ നിന്ന് മാറ്റിയിടാൻ ഒരു തമാശ രൂപത്തിൽ ഒരു വാണിംഗും കൊടുത്ത് അദ്ദേഹം നേരെ താൻ സ്ഥിരം സന്ദർശിക്കുന്ന കോഫി ഷോപ്പിലേക്ക് ചെല്ലുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്ന് കോഫി കുടിക്കുന്നതിനിടയിൽ അപരിചിതരായ 2 പേര് അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കാണുന്നു. അവരോട് കുശലാന്വേഷണം നടത്തുന്ന റേക്ക് പക്ഷേ അവരുടെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേട് തോന്നുകയും അവരെ പിന്തുടരുന്നതും അവരുടെ ട്രക്കിന്റെ രജിസ്ട്രേഷൻ നമ്പർ നോട്ട് ചെയ്യുന്നതും കാണാം. അടുത്ത സീനിൽ ഫിഗ്ഗി, ജെറി എന്നിങ്ങനെ പേരുള്ള 2 പോലീസുകാരും മറ്റൊരാളും കൂടി ഒരു പോത്തിന്റെയോ മറ്റോ കാല് കെട്ടിത്തൂക്കി വെടിവെച്ച് കളിക്കുന്നത് കാണാം. അതിനിടയിൽ ആ പോലീസുകാരൻ പയ്യന് വെടിവെക്കുന്നതിനിടയിൽ ഗൺ റിട്ടേൺ അടിച്ച് മൂക്കിൽ വന്നിടിച്ച് മൊത്തം സീനാവുന്നുമുണ്ട്. അപ്പോഴേക്കും റേ അങ്ങോട്ട് എത്തുകയും അയാളോട് ആയുധം ഉപയോഗിക്കാനുള്ള ലൈസൻസ് ചോദിക്കുകയും ചെയ്യുന്നു. അന്നേരം അയാൾ തന്റെ ലൈസൻസ് കാണിച്ചു കൊടുക്കുന്നു. ഡിങ്കം ലൂയിസ് എന്നാണ് അയാളുടെ പേര്. അയാൾ അവിടെ ഒരു ഫയർ ആം ആൻഡ് ഹിസ്റ്റോറിക് വെപ്പൺസിന്റെ ഒക്കെ ഒരു തട്ടിക്കൂട്ട് മ്യൂസിയം നടത്തുകയാണ്. അവന്റെ വേഷവും പെരുമാറ്റവും ഒന്നും റേക്ക് അത്ര പിടിക്കുന്നൊന്നുമില്ല. ഇതിനിടയിൽ റേ താൻ നേരത്തെ കോഫി ഷോപ്പിൽ വെച്ച് കണ്ടവരെ കുറിച്ച് അന്വേഷിക്കാൻ ആ ട്രക്കിന്റെ നമ്പർ കൊടുത്ത് ആ പോലീസുകാരെ അങ്ങോട്ട് പറഞ്ഞുവിടുന്നുമുണ്ട്. അടുത്ത സീനിൽ നേരത്തെ കോഫി ഷോപ്പിൽ കണ്ട തോമസ് ബ്യൂറൽ എന്നയാൾ ഒരു ട്രക്കുമായി ഒരു ഫാം ഹൗസിലേക്ക് എത്തുന്നതും അവിടെ നേരത്തെ തന്നെ തമ്പടിച്ചിരുന്ന വാഹനങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നവരുമെല്ലാം ചേർന്ന് എന്തോ പ്ലാൻ ചെയ്യുന്നതും കാണാം. ഇതിനിടയിൽ ആ സ്ഥലത്തിന്റെ ഉടമ ഒരു പ്രശ്നമാണെന്ന് കൂട്ടത്തിലൊരാൾ തോമസിനോട് പറയുന്നുമുണ്ട്. ഞാൻ അയാളെ ഡീൽ ചെയ്തോളാമെന്ന് പറഞ്ഞ് അയാൾ ആ ഉടമസ്ഥനെ കാണാൻ പോകുന്നു. അങ്ങനെ അങ്ങോട്ട് ആ സ്ഥലത്തിന്റെ ഉടമ എത്തുകയും തോമസിനോട് അയാൾ ആരോട് ചോദിച്ചിട്ടാണ് എന്റെ പ്രോപ്പർട്ടിയിൽ പ്രവേശിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ തോമസ് അയാളോട് ഞങ്ങളൊരു ഫിലിം ഷൂട്ടിങ്ങിന് വന്നതാണ്, എത്ര കാശ് വേണമെങ്കിലും തരാം എന്നൊക്കെ പറഞ്ഞെങ്കിലും അയാൾ വിസമ്മതിക്കുകയും ഒരു ഗണ്ണെടുത്ത് തോമസ് നിൽക്കുന്നതിന്റെ തൊട്ടടുത്തേക്ക് ഒരു വെടിയും വെച്ച് എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കാൻ പറയുകയും ചെയ്യും. അങ്ങനെ അതും കേട്ട് തോമസ് ബ്യൂറൽ മടങ്ങിപ്പോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ വൃദ്ധനെ ആരോ വെടിവെച്ച് വീഴ്ത്തുന്നതും കാണാം. അടുത്ത സീനിൽ ഒരു പോലീസ് സ്റ്റേഷനും അവിടെ മദ്യപിച്ച് അലമ്പുണ്ടാക്കിയതിന് ലോക്കപ്പിലിട്ട ഫ്രാങ്ക് എന്ന പോലീസുകാരനും സാറ എന്ന ഉദ്യോഗസ്ഥയും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. പിന്നീട് ജെറി എന്ന പോലീസുകാരൻ പയ്യൻ നേരെ റേയുടെ വീട്ടിലെത്തുകയും തനിക്ക് ഈ ലോക്കൽ കേസുകളല്ലാതെ കുറച്ചുകൂടി ചലഞ്ചിങ് ആയ ജോലി തന്നൂടെ എന്നൊക്കെ സങ്കടം പറയുന്നുമുണ്ട്. അപ്പോൾ റേ പറയും, മുൻപ് നിന്റെയൊക്കെ പ്രായത്തിൽ ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ലോസ് ഏഞ്ചൽസിൽ വലിയ വലിയ മിഷൻസിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഇവിടെ വെറും ഷെരീഫായി ഒതുങ്ങിക്കൂടി കഴിയുകയാണ്. നിനക്കത്ര ആഗ്രഹമാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാമെന്നും പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ലാസ് വേഗാസ് സിറ്റിയും FBI ഓഫീസുമാണ്. അവിടെ ഏജന്റ് ജോൺ തന്റെ അനുയായികളോട് ഇപ്രകാരം പറയുന്നു: എല്ലാവരെയും ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത് വളരെ സീക്രട്ടായ ഒരു ഓപ്പറേഷന്റെ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി തരാനാണ്. ഗബ്രിയൽ കോർട്ടസ് എന്ന അധോലോക മയക്കുമരുന്ന് മാഫിയ ലീഡറെയാണ് നമ്മൾ ഇപ്പോൾ ജയിലിൽ നിന്നും ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. പലതവണ രക്ഷപ്പെട്ടിട്ടുള്ള അയാളെ കൊണ്ടുപോകുന്നത് വളരെയധികം റിസ്ക് ഉള്ള ഒരു മിഷനാണ്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം എന്നൊക്കെ അവരോട് പറയുന്നതിനിടയിൽ ആ കുറ്റവാളിയെ ചങ്ങലക്കിട്ട് അതിലൂടെ കൊണ്ടുവന്ന് ഒരു വണ്ടിയിൽ കയറ്റുന്നത് കാണിക്കുന്നു. ആ വാഹനത്തിന്റെ മുമ്പിലും പിന്നിലും പല വാഹനങ്ങളിലായി ജോൺ അടക്കമുള്ള ഒരുപാട് സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് അയാളെ കൊണ്ടുപോകുന്നത് കാണിക്കുന്നു. എന്നാൽ അവർ പോകുന്ന വഴിമധ്യേ ഒരു സിഗ്നലിൽ വെച്ച് കോർട്ടസിന്റെ അനുയായികൾ FBI വാഹന വ്യൂഹത്തെ ആക്രമിക്കുകയും കോർട്ടസിനെ അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. പോകുന്നതിനിടയിൽ നടക്കുന്ന ആക്രമണത്തിനിടെ കോർട്ടസ് ഏജന്റ് ജോണിന്റെ അസിസ്റ്റന്റായ എലൻ റിച്ചാർഡ്സിനെയും തട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. അതേസമയം സമർട്ടൺ ജംഗ്ഷനിൽ വെളുപ്പിന് 4 മണിക്ക് അവിടെ കോഫി ഷോപ്പിൽ ജോലിക്ക് നിൽക്കുന്ന പെൺകുട്ടി റേയെ ഫോൺ ചെയ്ത് ഉണർത്തുന്നു. കാര്യം ചോദിക്കുമ്പോൾ അവൾ പറയും അവൾക്ക് സ്ഥിരമായി മിൽക്ക് സപ്ലൈ ചെയ്യുന്ന വൃദ്ധനെ ഇതുവരെ കാണുന്നില്ല എന്ന്. അപ്പോൾ അദ്ദേഹം
ഇതാണോ ഈ വെളുപ്പാങ്കാലത്ത് വിളിച്ചുണർത്തി പറയുന്ന കാര്യമെന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയും, എനിക്ക് ഇവിടെ അയാൾ മിൽക്ക് ഡെലിവറി ചെയ്യാത്തതല്ല പ്രശ്നം, പക്ഷേ ഇന്നേ വരെ അത് മുടങ്ങിയിട്ടില്ല. അയാൾക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതായും മാത്രമല്ല അയാൾ അവിടെ ഒറ്റക്കാണ് എന്നുമൊക്കെ അവൾ പറയുന്നു. അപ്പോൾ റേ അവളുടെ ആ പ്രവൃത്തിയെ അഭിനന്ദിക്കുകയും ആളെ വിട്ട് അന്വേഷിക്കാമെന്ന് അവൾക്ക് വാക്കു കൊടുക്കുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് FBI ഓഫീസിൽ ഏജന്റ് ജോണും സംഘവും കോർട്ടസ് രക്ഷപ്പെട്ടു പോകുന്ന ക്യാമറ വിഷ്വൽസ് ചെക്ക് ചെയ്യുന്നതാണ്. അതിൽ അവർ രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന പ്രത്യേകതരം കാറ് കാണുമ്പോൾ ഒരു അസിസ്റ്റന്റിനോട് ഇത് ഏത് ടൈപ്പ് കാറാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അയാൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നു. ഇത് കോർവെറ്റ് ZR1 എന്ന കാറാണെന്നും വളരെ വേഗതയേറിയ ഒരു സ്പെഷ്യൽ എഡിഷൻ വാഹനമാണെന്നൊക്കെ ഡീറ്റെയിൽ ആയി അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നു. ഉടൻ തന്നെ ആ കാറിനെ ട്രേസ് ചെയ്യാൻ എല്ലായിടത്തേക്കും നിർദ്ദേശം കൊടുക്കുന്നു. അങ്ങനെ പരിശോധന ശക്തമാക്കുന്നു. ഇതിനിടയിൽ വാഹനങ്ങൾ പരിശോധിക്കുന്നതിനിടെ അതിവേഗത്തിൽ ആ വണ്ടിയുമായി കോർട്ടസ് കടന്നു പോകുന്നു. പിന്തുടർന്ന പോലീസുകാർക്ക് അതിന്റെ അടുത്തുപോലും എത്താൻ സാധിക്കുകയുമില്ല. ഇതിനിടെ നേരത്തെ കാണാതായ വൃദ്ധനെ തിരഞ്ഞ് സാറയും ജെറിയും അയാളുടെ വീട്ടിലെത്തുന്നതും കാണിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും കോർട്ടസിന്റെ കാർ കാണിക്കുന്നു. അത് മെക്സിക്കോയിലേക്ക് കടക്കാനാണ് പ്ലാൻ എന്ന് മനസ്സിലാക്കുന്ന ജോൺ ഹെലികോപ്റ്റർ വഴി ചേസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. എന്നാൽ നേരത്തെ കാണിച്ച ആ പയ്യൻ പറയും ഹെലികോപ്റ്റർ കൊണ്ടൊന്നും അതിന്റെ പുറകെ ഓടിയെത്താൻ കഴിയില്ല, അതിനേക്കാളെല്ലാം പവർഫുൾ ആണ് ZR1 എന്നും പറയും. അതിനിടയിൽ ഏജന്റ് ജോണിന് കോർട്ടസിന്റെ കോൾ വരുന്നു. തന്നെ ചേസ് ചെയ്യുന്നത് നിർത്തിയില്ലെങ്കിൽ എന്റെ കൂടെയുള്ള ഏജന്റ് എലനെ വധിക്കുമെന്നും പറയുന്നു. ഇതിനിടയിൽ റേക്ക് ജെറിയുടെ കോൾ വരുന്നു. ആ വൃദ്ധന്റെ ബോഡി അയാളുടെ വീട്ടിൽ കണ്ടെത്തിയെന്നും അയാളെ ആരോ വെടിവെച്ചു കൊന്നതാണെന്നും പറയുന്നു. അടുത്ത സീനിൽ ഏജന്റ് ജോൺ ഹൈവേയുടെ നടുക്ക് കുറച്ച് പോലീസുകാരെ കോർട്ടസിനെ തടയാൻ വേണ്ടി എല്ലാ സന്നാഹത്തോടും കൂടി നിർത്തുന്നു. എന്നാൽ പൊടുന്നനെ കോർട്ടസിന്റെ അനുയായികൾ പല വാഹനങ്ങളിലായി അവിടെ എത്തി ആ ഉദ്യോഗസ്ഥരെയെല്ലാം വെടിവെച്ച് വീഴ്ത്തി കോർട്ടസിന് പോകാനുള്ള വഴിയൊരുക്കുകയും അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. അതേസമയം റേ മരണപ്പെട്ട വൃദ്ധന്റെ വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു പോകുന്നു. ജെറിയോട് അവിടെ ഒന്നിലും തുടരുത്, ക്രൈം സീനാണ് എന്നൊക്കെ അവനെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ റേ ആ വീട്ടിലെത്തുന്നു. അവിടെ ഫിഗിയും എത്തിയിട്ടുണ്ടാവും. ഫിഗി അവിടെ കണ്ടെത്തിയ ഫൈൻഡിങ്സ് റേയോട് വിശദീകരിക്കുന്നു. അപ്പോൾ റേ അവരോട് വീടിന്റെ ചുറ്റുപാടിൽ വല്ല ടയർ മാർക്സും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിരുന്നു എന്ന് ചോദിക്കുന്നു. ജെറി ഞാൻ പോയി നോക്കി വരാം എന്ന് പറയുന്നു. കൂടെ സാറയും പുറത്തേക്ക് പോകുന്നു. അങ്ങനെ റേ മരിച്ചയാളുടെ ബോഡി ചെക്ക് ചെയ്യുന്നു. സാറയും ജെറിയും വീടിന്റെ പരിസരവും നിരീക്ഷിക്കുന്നു. ഇതിനിടയിൽ കോർട്ടസിന്റെ വാഹനത്തെ FBI ഓഫീസർമാർ ഹെലികോപ്റ്ററിൽ പിന്തുടരുന്നത് കാണിക്കുന്നു. വാഹനത്തിനകത്ത് കോർട്ടസ് ഏജന്റ് എലന് അവളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയാളെ രക്ഷപ്പെടാൻ സഹായിച്ചതിനുള്ള പണം ട്രാൻസ്ഫർ ചെയ്തത് കാണിക്കുന്നുമുണ്ട്. അപ്പോഴാണ് അവളുടെ സഹായത്താലാണ് അയാൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പെട്ടെന്ന് അയാൾ കാറിന്റെ സിസ്റ്റത്തിൽ നൈറ്റ് വിഷൻ ഓണാക്കുകയും എല്ലാ ലൈറ്റുകളും ഓഫാക്കി ഹെലികോപ്റ്ററിൽ നിന്നും കാറിനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധം വളരെ വേഗത്തിൽ കടന്നുപോവുകയും ചെയ്യുന്നു. ഇതിനിടയിൽ വൃദ്ധന്റെ വീടിന്റെ പരിസരത്ത് നിർത്തിയിട്ടിരുന്ന അയാളുടെ വാഹനത്തിൽ നിന്ന് അവർ ബ്ലഡ് കണ്ടെത്തുകയും അവിടെ വെച്ചാണ് അയാളെ വധിച്ചതെന്നും റേക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കോർട്ടസിന് മെക്സിക്കോയിലേക്ക് കടക്കണമെങ്കിൽ സമർട്ടൺ ക്രോസ് ചെയ്യാതെ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന ഏജന്റ് ജോൺ അവിടുത്തെ ഇൻചാർജായ ഷെരീഫ് റേയെ വിളിച്ച് അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ഏതെങ്കിലും വിധത്തിൽ കോർട്ടസിനെ അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്ത് തരാൻ പറ്റുമോ എന്നും ചോദിക്കും. എന്നാൽ താനിപ്പോൾ മറ്റൊരു കേസുമായി ബിസിയാണെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ റേയുടെ മനസ്സിൽ ചില സംശയങ്ങൾ ഉടലെടുക്കുന്നു. ഈ വൃദ്ധന്റെ മരണവും കോർട്ടസിന്റെ ഇതിലൂടെയുള്ള വരവും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്ന് റേ ഊഹിക്കുന്നു. ഇതിനിടയിൽ അവിടെ നിന്ന് ലഭിച്ച ടയർ മാർക്സ് ഫോളോ ചെയ്തു പോയ ജെറിയും സാറയും ചെന്നെത്തുന്നത് നേരത്തെ കാണിച്ച ആ വൃദ്ധന്റെ കൃഷിയിടത്തിൽ തമ്പടിച്ച തോമസ് പ്യൂറലിന്റെ കൂട്ടാളികളുടെ അടുത്താണ്. അതിനിടയിൽ അവരോട് അവിടെ നിന്നും മാറി നിൽക്കാനും അപകടമാണെന്നും റേ അവരെ വിളിച്ചു പറയുന്നുമുണ്ട്. സാറ റേയോട് ഇവിടെ എന്തോ വലിയ പ്രൊജക്ട് നടക്കുന്നുണ്ട്, സംശയാസ്പദമായി കുറെ പേരിവിടെ നിൽക്കുന്നുണ്ടെന്നും റേയോട് പറയുന്നുമുണ്ട്. അതിനിടെ ആ കൂട്ടത്തിൽ നിന്നൊരാൾ ഇവരുടെ നേർക്ക് നടന്നെടുക്കുകയും പെട്ടെന്ന് ജെറിക്കെതിരെ വെടിയുതിർക്കുകയും ചെയ്യുന്നു. സാറയും തിരിച്ചു വെടിവെക്കുന്നുമുണ്ടായിരുന്നു. തുടർച്ചയായ വെടിവെപ്പിനിടെ ജെറിക്ക് സാരമായി പരിക്കേൽക്കുന്നു. ഇതിനിടയിൽ റേയും ഫിഗിയും അവിടെ എത്തുകയും കുറെ പേരെ വെടിവെച്ചിടുകയും ജെറിയെയും സാറയെയും അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. അങ്ങനെ റേ ജെറിയെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ എത്തുമ്പോഴേക്ക് അവൻ മരിച്ചുപോവുകയും ചെയ്യും. പിന്നീട് സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തുന്ന സാറയോട് ലോക്കപ്പിലുള്ള ഫ്രാങ്ക് കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ജെറി മരണപ്പെട്ട വിവരം സങ്കടത്തോടെ അവനെ അറിയിക്കുന്നു. ജെറിയും ഫ്രാങ്കും ഉറ്റ ചങ്ങാതിമാരായിരുന്നു. ഇതിനിടെ തോമസ് ബ്യൂറൽ കോർട്ടസിനെ വിളിച്ച് ഇവിടെ ഇങ്ങനെ ചില തടസ്സങ്ങൾ ഉള്ളതായി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ കോർട്ടസ് അയാളോട് ഞാൻ അതിലൂടെ പോകുമ്പോൾ ഒരു തടസ്സവും ഉണ്ടാവാൻ പാടില്ല എന്ന് അയാളെ വാൺ ചെയ്യുകയും ചെയ്തു. ഇതിനിടെ റേ ഏജന്റ് ജോണിനെ വിളിച്ച് പെട്ടെന്നൊരു ടീമിനെ അങ്ങോട്ട് അയക്കാനും ഇവിടെ തനിക്ക് ഒറ്റക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും അവരിവിടെ മെക്സിക്കൻ ബോർഡറിൽ ഒരു താൽക്കാലിക ബ്രിഡ്ജ് നിർമ്മിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തോട് പറയുന്നു. എന്നാൽ തങ്ങൾക്ക് പെട്ടെന്ന് അവിടെ എത്താൻ സാധിക്കില്ല,
ഇനി വെറും 45 മിനിറ്റേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ കോർട്ടസ് സമർട്ടൺ വഴി കടന്നു പോകുമെന്ന് റേയോട് പറയുമ്പോൾ റേ ദേഷ്യം വന്ന് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ജോൺ അങ്ങോട്ടേക്ക് മറ്റൊരു ടീമിനെ അയക്കുന്നു. എന്നാൽ തന്റെ ഡ്രൈവിംഗ് സ്കിൽ ഉപയോഗിച്ച് അവരെയും കോർട്ടസ് കീഴ്പ്പെടുത്തി മുന്നോട്ട് തന്നെ പോകുന്നു. അങ്ങനെ റേയും കൂട്ടരും ഒരു തീരുമാനത്തിലെത്തുന്നു. അവരെ കൊണ്ടാവുന്ന വിധം പ്രതിരോധിക്കുക. കൂട്ടിന് ലോക്കപ്പിലുള്ള ഫ്രാങ്ക് എന്ന നേരത്തെ കാണിച്ച ഓഫീസറെയും കൂടെ കൂട്ടുന്നു. അങ്ങനെ റേ, ഫ്രാങ്ക്, ഫിഗി, സാറ ഇവർ 4 പേരും ചേർന്ന് നേരെ പോകുന്നത് ചിത്രത്തിന്റെ തുടക്കത്തിൽ കാണിച്ച ഡിങ്കം ലൂയിസിന്റെ ആർമറി മ്യൂസിയത്തിലേക്കാണ്. അയാളുടെ കയ്യിൽ നിന്നും ഈ ഓപ്പറേഷന് പറ്റിയ ആയുധങ്ങൾ ചോദിച്ചു വാങ്ങുകയാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ അയാൾ പറയും, ഈ ഓപ്പറേഷനിൽ എന്നെയും കൂടെ കൂട്ടാമെങ്കിൽ ആയുധങ്ങൾ തരാൻ എനിക്ക് സമ്മതമാണെന്നും പറയും. അങ്ങനെ റേ അയാളെ തന്റെ ടീമിലെ ഒരംഗമായി പ്രഖ്യാപിച്ച് അവർക്ക് ആവശ്യമുള്ള ആയുധങ്ങൾ എടുത്ത് നേരെ സമർട്ടൺ ജംഗ്ഷനിൽ എത്തുന്നു. അവിടെ റേ ഓരോരുത്തർക്കും ഓരോ പൊസിഷൻ കൊടുത്ത് നേരെ കോഫി ഷോപ്പിൽ ചെന്ന് അവിടെയുള്ളവരോട് സിറ്റുവേഷന്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കുകയും എല്ലാവരോടും തൽക്കാലത്തേക്ക് അവിടെ നിന്ന് മാറിപ്പോകാനും പറയുന്നു. പക്ഷേ അവരെല്ലാം അത് മുഖവിലക്കെടുക്കാതെ അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ നിന്നും പുറത്തേക്ക് പോകുന്ന റേ അതിലൂടെ വരുന്ന കോർട്ടസിനെ തടയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് പ്ലാൻ ചെയ്യുന്നു. അതിനിടയിൽ ആ വട്ടൻ ഡിങ്കം ലൂയിസ് എന്തൊക്കെയോ മണ്ടത്തരങ്ങളും കാണിക്കുന്നുമുണ്ട്. ഇതിനിടയിൽ സാറ്റലൈറ്റ് വിഷ്വൽസ് ചെക്ക് ചെയ്യുന്ന ഏജന്റിന് സാമർട്ടൺ സിറ്റിക്ക് അടുത്തായി US മെക്സിക്കോ അതിർത്തി ക്രോസ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് കണ്ടെത്തുന്നു. അപ്പോൾ അയാൾ നേരത്തെ ഇതിനെക്കുറിച്ച് റേ അവർക്ക് വാണിംഗ് കൊടുത്തത് ഓർക്കുന്നു. അപ്പോൾ കൂടെയുള്ള ഏജന്റ് സാമർട്ടൺ ജംഗ്ഷനിലെ ഓഫീസർമാരുടെ ഒരു ഫോട്ടോയിൽ നിന്നും റേയെ തിരിച്ചറിയുകയും അയാൾ മുമ്പ് ലോസ് ഏഞ്ചൽസിൽ LAPDയിൽ ജോലി ചെയ്തിരുന്ന സമർത്ഥനായ ഒരു ഓഫീസറായിരുന്നു. പക്ഷേ അവർ നടത്തിയ ഏതോ ഓപ്പറേഷൻ പരാജയപ്പെട്ടത് മൂലം അതിൽ നിന്നും റിട്ടയർ ചെയ്ത് ഇപ്പോൾ സമർട്ടൺ ജംഗ്ഷനിൽ ഷെരീഫായി ജോലി ചെയ്യുകയുമാണ് എന്നൊക്കെ ജോണിനോട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ സമർട്ടണിലെ തടസ്സങ്ങൾ നീക്കി കോർട്ടസിന് കടന്നു പോകാനുള്ള വഴിയൊരുക്കാൻ തോമസ് ബ്യൂറലും സംഘവും അങ്ങോട്ട് ആയുധങ്ങളുമായി എത്തുന്നു. അങ്ങനെ ഇരു കൂട്ടരും തമ്മിലുള്ള ശക്തമായ വെടിവെപ്പും മറ്റും നടക്കും. ഇതിനിടയിൽ ഫ്രാങ്ക് ഒരു സ്കൂൾ ബസ്സുമായി വന്ന് സിറ്റിക്ക് കുറുകെയിട്ട് അവിടെ ഒരു മറയുമുണ്ടാക്കുന്നു. അങ്ങനെ ശക്തമായ പോരാട്ടത്തിനിടെ ഫിഗിക്കും ഡിങ്കമിനും പരിക്കേൽക്കുന്നു. റേയും കൂട്ടരും ചേർന്ന് ഓരോരുത്തരെയായി കീഴ്പ്പെടുത്തുന്നു. കൂടാതെ റേ തോമസ് ബ്യൂറലിനെയും വെടിവെച്ചു കൊല്ലുന്നു. ഇതിനിടെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഓക്കെയല്ലേ എന്നറിയാൻ കോർട്ടസ് തോമസിനെ വിളിക്കുകയും ഫോൺ അറ്റൻഡ് ചെയ്യുന്ന റേ, ഞങ്ങൾ ഇവിടെ റെഡിയാണ്, വേഗം ഇങ്ങോട്ട് വാ എന്നും പറയും. അപ്പോൾ അവിടേക്ക് അതിവേഗത്തിൽ പാഞ്ഞു വരുന്ന കോർട്ടസിന്റെ കാറിന് നേരെ റേയും കൂട്ടരും വെടിവെക്കുന്നുണ്ടെങ്കിലും അയാൾ എല്ലാത്തിനെയും മറികടന്ന് ആ ടൗണിൽ നിന്നും രക്ഷപ്പെട്ടു ബോർഡർ ലക്ഷ്യമാക്കി അതിവേഗത്തിൽ കാർ ഓടിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും നിരാശരായി നിൽക്കുന്ന നേരത്താണ് മുൻപ് മേയർ നിർത്തിയിട്ട് പോയ അയാളുടെ കമറോ കാർ കാണുന്നത്. ഉടൻ തന്നെ റേ ആ കാറും എടുത്ത് കോർട്ടസിനെ ലക്ഷ്യമാക്കി കുതിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടെന്ന് കരുതിയ കോർട്ടസ് തന്റെ കാറിൽ ഉണ്ടായിരുന്ന ഏജന്റ് എലനെ കാറിൽ നിന്നും പുറത്തേക്ക് തള്ളിയിടുന്നു. പിന്നീട് ഒരു ചോളപ്പാടത്തിന് ഇടയിലൂടെ ബോർഡർ ലക്ഷ്യമാക്കി വീണ്ടും മുന്നോട്ട് പോകുന്നു. ഉടനെ റേയും അതിനിടയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. തുടർന്ന് നടക്കുന്ന ചേസിങ്ങിനൊടുവിൽ 2 വാഹനങ്ങളും ഒരു ചോളം കൊയ്യുന്ന സ്വാത്രയിൽ പോയി ഇടിച്ച് തകരുകയും ചെയ്യുന്നു. അങ്ങനെ കാറിൽ നിന്നും ഇറങ്ങിയോടിയ കോർട്ടസ് ബോർഡറിലുള്ള പാലം ലക്ഷ്യമാക്കി നടന്നു പോകുന്നു. എന്നാൽ പാലത്തിന്റെ അടുത്തെത്തിയ കോർട്ടസ് കാണുന്നത് പാലത്തിന്റെ നടുവിൽ അവനെയും കാത്തു നിൽക്കുന്ന റേയെയാണ്. അങ്ങനെ അയാൾ റേയോട് തന്നെ പോകാൻ അനുവദിച്ചാൽ $5 മില്യൺ തരാമെന്ന് പറയുന്നു. ഇത് റേ നിഷേധിക്കുമ്പോൾ 10 മില്യൺ തരാമെന്ന് പറയുന്നു. എന്നാൽ റേ തന്റെ അരയിൽ നിന്നും ഹാൻഡ് കഫ് എടുത്ത് അവന് നേരെ എറിഞ്ഞ് സറണ്ടർ ആവാൻ പറയുന്നു. തുടർന്ന് അവർ തമ്മിൽ നടക്കുന്ന പോരാട്ടത്തിനൊടുവിൽ റേ അവനെ കീഴ്പ്പെടുത്തുകയും അപ്പോൾ അവൻ വീണ്ടും 20 മില്യൺ തരാമെന്ന് പറയുന്നു. എന്നാൽ റേ അവനോട് മൈ ഓണർ ഈസ് നോട്ട് ഫോർ സെയിൽ എന്ന് പറഞ്ഞ് അവനെ വിലങ്ങണിച്ച് ആ പൊട്ടിപ്പൊളിഞ്ഞ കാറിൽ ലോക്ക് ചെയ്ത് നടത്തിക്കൊണ്ടുപോയി സമർട്ടണിലെത്തിച്ച് അവനെ അവിടെ എത്തിയ FBI ഏജന്റ് ജോണിന് കൈമാറുകയും ചെയ്യുന്നു. തുടർന്ന് നേരത്തെ കോർട്ടസ് കാറിൽ നിന്നും തള്ളിയിട്ട ഏജന്റ് എലൻ ജോണിന്റെ അടുത്തേക്ക് വരികയും എന്നാൽ അവളാണ് കോർട്ടസിന് രക്ഷപ്പെടാൻ FBI പ്ലാൻ ചോർത്തിയതെന്ന് മനസ്സിലാക്കുന്ന ജോൺ അവളെയും അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ ഓപ്പറേഷനിൽ പങ്കെടുത്ത ഫ്രാങ്കിനെ ജോലിയിൽ തിരിച്ചെടുത്ത റേയും സംഘവും അവിടെ നിന്ന് നടന്നു പോകുന്നതിനിടയിൽ ആ മേയർ വന്ന് തന്റെ കാറിന്റെ കാര്യം റേയോട് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം മേയറോട് മേലാൽ ഫയർ സോണിൽ വണ്ടി പാർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞ് അതിന്റെ കീ അയാൾക്ക് എറിഞ്ഞുകൊടുത്ത് അവിടെ നിന്ന് നടന്നു പോകുന്നതായി കാണിച്ച് സിനിമ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. 80-90 കാലഘട്ടത്തിലെ ക്ലാസിക് ആക്ഷൻ സ്റ്റൈലും ഹൈസ്പീഡ് കാർ ചേസ് പോലുള്ള പുതിയ തലമുറയിലുള്ള സിനിമയുടെ ഘടകങ്ങളും കോമഡിയും എല്ലാം കോർത്തിണക്കി നിർമ്മിച്ച ഈ സിനിമ ഒരു വൻ ഹിറ്റൊന്നും ആയിരുന്നില്ലെങ്കിലും കണ്ടിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി മൂവി തന്നെയായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു ക്ലാസിക് മൂവിയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.